നാഷണൽ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു ടോപ്പിക്ക്, നാഷണലി ന്യൂസ് ചാനലുകളൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക്, മലയാളികൾ ഒരുത്തനെ പിടിച്ചങ്ങോട്ട് എയറിൽ കയറ്റി. ഓക്കെ, അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പിന്നെ നമുക്ക് നാഷണലി ഡിസ്കസ് ചെയ്യുന്ന ന്യൂസിൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. ഈ പ്രൊഫൈൽ ലൈഫ് ഓഫ് പാജി ജസ്പ്രീത് സിംഗ്, ഈ തലയെക്കെട്ട് കെട്ടിയവൻ മലയാളികളെ വന്ന് ചൊറിഞ്ഞ് ഡാർക്ക് കോമഡി, ബ്ലാക്ക് കോമഡി, സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോൻ്റെ ഇടയിൽ മലയാളി ഒരു ലേഡി ഒരു ഷോൻ്റെ ഇടയിൽ വന്നിട്ട് അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാൻ വന്ന സമയത്ത് ആ ഷോയുടെ ഫോമാറ്റും ഷോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ വന്നു. അപ്പോൾ ജഡ്ജസായിട്ടിരിക്കുന്ന ആളുകൾ ഈ ലേഡിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എവിടെ നിന്നാന്ന് ചോദിക്കുന്നു. ആ ലേഡി കേരളത്തിൽ നിന്നാന്ന് പറയുന്നു. അടുത്തത് ചോദിക്കുന്നു, ആ ലേഡിയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുന്നു, ആ ലേഡി പൊളിറ്റിക്സിന് താല്പര്യമില്ല എന്ന് പറയുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ് ഈ പാജി ചെയ്തത്, തലയ്ക്കെട്ട് കെട്ടിയ ഈ മഹാൻ ചെയ്ത പരിപാടി, കേരളത്തിൽ ലിറ്ററസിക്ക് കയറിയ ഒരു അടി, അവൻ്റെ ചർക്കാച്ചം മലയാളികൾ വിടുമോ? എനിക്കൊക്കെ നല്ല രീതിയിൽ പൊള്ളി. ഞാൻ കൊടുക്കാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊട്ട് കൊട്ടിയിട്ടുണ്ട്, തീർന്നിട്ടില്ല. ബാക്കി ഇവിടെ കൊട്ടാന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ വന്നത്. ആദ്യം ഞാൻ ഇവിടെ ഉണ്ടായ ഇൻസിഡന്റ് എന്താണെന്നുള്ളത് വീഡിയോ പ്ലേ ചെയ്യാം. पर्ल विलियम कहाँ से हैं आप? केरला. केरला? Yes. तो पर्ल विलियम, what's your political leaning? Political leaning? I don't watch politics. Don't have any political opinion. No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. ഞാൻ പറഞ്ഞത് കേട്ടാ, കേരള ഷാർ 100% ലിറ്ററസി ഷാർ ഊക്കിയതാണ്. എടാ, തലയുടെ മുകളിൽ തുണിക്കെട്ടും തലയ്ക്കകത്ത് ചാണകവും വെച്ച് നടക്കുന്നവനെ പാജി. ഇപ്പം മലയാളത്തിൽ എന്താ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഇവൻ ആവശ്യമുള്ള ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊട്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എടാ പാജി കുട്ട, എടാ മോനെ, എടാ ബജ്ജി, നീ ഹർഭജൻ സിംഗിനോടുള്ള, ഇവിടുത്തെ ദലേർ മെഹദ്ദിനോടുള്ള, ഇവിടുത്തെ നമ്മുടെ പഞ്ചാബി ഹൗസിനോടുള്ള, തന്തൂർ റൊട്ടിയോടും ബട്ടർ ചിക്കനോടുള്ള സ്നേഹമൊക്കെ നീ കളയിക്കുമല്ലോടാ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് മനസ്സിനകത്തൊരു സങ്കടമുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രം നിൻ്റെ പിതാവിനെ ഞാൻ വിളിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചു പോയേനെ. പൊളിറ്റിക്കൽ ലീനിങ് ചോദിക്കാനുണ്ടായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ലേഡി സൗത്ത്, അതും എസ്പെഷ്യലി ഫ്രം കേരള എന്ന് പറഞ്ഞ സമയത്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉരുൾ തിരിഞ്ഞ് വന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് സമയറൈനയാണ്. ഈ സമയറൈന ആരാണെന്നും അവൻ്റെ ഷോ ആണ് ഈ ഷോ. ഈ ഷോയിൽ വന്നിരുന്നിട്ടാണ് ഈ പാജി അടക്കമുള്ളവർ കേരള എന്ന് കേട്ട സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനം അടിച്ചു വിട്ടത്. ഈ ലേഡിയോട് പൊളിറ്റിക്കൽ ലീനിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. ഒരു മനുഷ്യനിപ്പോൾ എല്ലാവർക്കും ഒരു രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അപ്പം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് രാഷ്ട്രീയ ചായ്വുള്ള ഒരു വ്യക്തിയല്ല. മനസ്സിലായോ? വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ എൻ്റെ മൂഡ് പോലെ ഞാൻ ചെയ്യാതിരിക്കും. ദാറ്റ്സ് അപ് ടു മീ. എനിക്ക് കൺവിൻസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ തോന്നുന്ന ഒരു പേഴ്സണാലിറ്റി, അത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും ആ പേഴ്സണാലിറ്റിയിലുള്ളൊരു വിശ്വാസം കാരണം ചിലപ്പോൾ ഞാൻ കയറി വോട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇന്ത്യൻ പൗരൻ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ ഒരു രാഷ്ട്രീയ ചായ്വുള്ളവരാവണം, അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യണം, ദാറ്റ് ഈസ് ദെയർ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു പേഴ്സൺ, വ്യക്തി, താല്പര്യം, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ലേഡി പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. അവർക്ക് പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അവരവരുടെ പ്രൊഫഷൻ നോക്കിയിട്ട്, അവരവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട്, അവരുടെ ബ്രെഡ് ബട്ടർ എവിടെ കിട്ടുന്നു അങ്ങനെ നോക്കി പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളോട് പൊളിറ്റിക്കൽ ചായ്വിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു, അവർ വോട്ട് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ലേഡി വോട്ട് ചെയ്യുന്നില്ല, അവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നതും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ലിറ്ററസീനെ കുറിച്ച് കളിയാക്കുന്നതും, ഇവൻ എവിടുത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് ഈ ബജ്ജി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കേരളത്തിൻ്റെ സാക്ഷരതയെക്കുറിച്ച് പറയുന്നു. ഈ പറയുന്നവൻ അമൃത്സറിലുള്ള ഒരുത്തനാണ്. ഓക്കെ, പഞ്ചാബ്. കേരളവും പഞ്ചാബും തമ്മിലുള്ള ലിറ്ററസി റേറ്റ്, ഓക്കെ, അതൊന്നും തട്ടിച്ച് നിങ്ങൾ നോക്കണ്ട, ഞാൻ അതൊക്കെ വിടുന്നു. ഇനിയിപ്പം ഇവൻ കളിയാക്കിയ പോലെ ഇനിയിപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കളിയാക്കി വിട്ടിട്ടുണ്ട്, ഇനി ഇവിടെ ഞാൻ ഇത് നോക്കി വിടുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു വ്യക്തി കാണിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്നതോ വെച്ചിട്ട് എൻറ്റയർ ആ ഒരു സ്റ്റേറ്റിനെ മൊത്തം കളിയാക്കുന്നതും നാഷണൽ ടെലിവിഷനിൽ അല്ലെങ്കിൽ നാഷണലി കാണുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത്, അത്രയും വ്യൂവർഷിപ്പുള്ള ഒരു ചാനലിനകത്ത് വന്നിരുന്നിട്ട് ഈ സാധനം ആര് പറഞ്ഞാലും അത് തെണ്ടിത്തരം ചെറ്റത്തരം അല്ലേ? അപ്പോൾ പിന്നെ പാജിക്ക് കിട്ടാനുള്ള വടയും ചായയും ബീഫ് കറിയും പൊറാട്ടയൊക്കെ മലയാളികൾ തരും. ഓക്കെ, അത് വാങ്ങി മിണ്ടാതിരിക്കുക തന്നെ പാചകം ചെയ്യേണ്ടി വരും.
ഫൈൻ. എന്താണെങ്കിലും നമ്മുടെ രാഹുൽ ഈശ്വർ ഇതിനിടയിൽ ഒരു കേസും കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു ഇനീഷ്യലി രാഹുൽ ഈശ്വറാണ് ഒരു കേസായിട്ട് ഇതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് റൺവീർ അലഹബാദിയുടെ വിഷയത്തിലാണ് കേസായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ പാജിയാണ് മലയാളികളെ ചൊറിഞ്ഞതും പാജിക്കാണ് മലയാളികളുടെ പൊങ്കാല ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ പൊങ്കാല ഇടുന്നതും അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നതുമായിട്ടുള്ള നമ്മൾ മലയാളികൾക്ക് ഇത് എൻറ്റയർ സിനാരിയോ ഇഷ്യൂ ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഓക്കെ, ഇത് എന്ത് ഷോ ആണ്, എന്താണ് ഇവിടെ സംഭവിച്ചത്, ഇനി എന്തൊക്കെയാണ് ഇവിടെ വിഷയങ്ങൾ, FIR എന്തിന് വന്നു ഇവരുടെ പേരിൽ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കാണില്ല. നമുക്കൊക്കെ എന്താ, നമ്മളെ നാടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി മാന്തും. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അവൻ ഇനി കേരളം എന്ന് പറയാൻ തന്നെ അവനൊരു മനസ്സിനകത്തവൻ 2-3 വട്ടം അവൻ ചിന്തിക്കും. ആ രീതിയിലുള്ള അടി അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹാപ്പി ഹോയ് പാജി FIR ഡേ എന്നുള്ള രീതിയിൽ സാധനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഇഷ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇഷ്യൂയുടെ ഫുള്ള് തുടക്കം വരുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കോണ്ടൻറ്റിൽ നിന്നാണ്. സമയ റെയ്ന എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനലിനകത്ത് നടക്കുന്ന ഒരു ഷോ. ഓക്കെ, പോഡ്കാസ്റ്റ് പോലത്തെ ഒരു ഷോ ആണ്. ബട്ട് പോഡ്കാസ്റ്റിൽ നിന്നും മാറിയിട്ട് ഇത് സമയ റെയ്ന എന്ത് കാണിച്ചു, വേറൊരു രീതിയിലേക്ക് ഈ ഷോവിനെ കൊണ്ടുപോയി. ഓക്കെ, കുറച്ച് എന്താ പറയുക, ജഡ്ജസായിട്ട് കുറച്ച് പേരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തുന്നു. അങ്ങനെ ആളുകൾ വിളിച്ചു കൊണ്ടുവന്നിരുത്തിയിട്ട് അതിനൊരു പേരിടുന്നു, ഇന്ത്യ ഗോട്ട് ലേറ്റൻറ്റ്. ഓക്കെ, ഇങ്ങനൊരു പേര് കൊടുക്കും, ഇന്ത്യാസ് ഗോട്ട് ടാലൻറ്റ് അല്ലെങ്കിൽ UK ഗോട്ട് ടാലൻറ്റ്, അങ്ങനത്തെ കുറേ ടാലൻറ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ TV ഷോസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂട്യൂബ് വേർഷൻ എന്നുള്ള രീതിക്ക് ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻറ്റ്. അതിന് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ആർട്ടിസ്റ്റുകൾ, പാട്ട് പാടുന്നവരായിരിക്കാം, റാപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്ന മലയാളി ലേഡി മറ്റേ ഫയർ സ്റ്റിക്ക് പിടിച്ച് കറങ്ങി തിരിഞ്ഞ് പോകുന്ന ഒരാളാണ്. അങ്ങനത്തെ സംഗതികളൊക്കെ ചെയ്യുന്ന, അങ്ങനത്തെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളാണ്. സോ ഇങ്ങനെയുള്ള ആളുകളെ ഇവൻ വിളിച്ചു കൊണ്ടുവന്നിട്ട് ബേസിക്കലി ഇവൻ എന്ത് ചെയ്യും, റോസ്റ്റിംഗ് ഒരു സൈഡിൽ നടത്തും. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ഇവൻ എന്ത് ചെയ്യും, റോസ്റ്റിംഗ് എന്നുള്ള രീതിയിലൊരു പരിപാടിയാണ് ഈ ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ എന്ന് പറഞ്ഞിട്ട് ഇവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവൻ ജഡ്ജസിനെ വിളിക്കും, കുറച്ചധികം ഫെയിം ആയിട്ടുള്ള, അതിപ്പോൾ സോഷ്യൽ മീഡിയ ഫെയിമുകളെ ആയിരിക്കാം ഇവൻ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ TV ഫെയിം, അങ്ങനത്തെ ആളുകളെയാണ് ഇവൻ വിളിച്ചു, മോസ്റ്റ്ലി ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഫെയിമുകൾ. ആ കൂട്ടത്തിലേക്ക് വന്ന ഒരാളാണ് നമ്മളെ ബീർ ബൈസിപ്സ്, റൺവീർ അലഹബാദി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഞാൻ എൻ്റെ കോണ്ടൻറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാൻ ഈ ബീർ ബൈസിപ്സിൻ്റെ ചാനൽ പറയാറുണ്ട്, മദൻ ഗൗരി പറയാറുണ്ട്, അങ്ങനെ കുറേ ചാനലുകൾ, എനിക്കിഷ്ടമുള്ള ചാനലുകൾ പറയാറുണ്ട്. റൺവീർ അലഹബാദിയുടെ കയ്യിൽ നിന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു തരം കൊമെൻറ്റ്, ഒരു പ്രിപ്പയർഡ് സാധനം ആയിട്ട് റൺവീർ വരുന്നു, ആ സാധനം അവിടെ ഡെലിവർ ചെയ്യുന്നു, അത് ഭയങ്കരമായിട്ട് ഡിസ്കഷനിൽ വരുന്നു. കാരണം റൺവീറിൻ്റെ ചാനൽ, ബീർ ബൈസിപ്സ് എന്ന് പറഞ്ഞ ചാനൽ കാണുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, ആ ചാനലിനകത്ത് വന്നു പോകുന്നു അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകൾ, സയൻറ്റിസ്റ്റുമാർ, പൊളിറ്റീഷ്യൻസ്, മതനേതാക്കന്മാർ, സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ആക്ടേഴ്സ്, കുറേ ആളുകൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. എവിടേക്കോ ഒരു സംഘ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ പോലും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സംഘ് എലമെൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും അതിനകത്തുനിന്ന്. പിന്നെ പല സാഹചര്യങ്ങളിലായിട്ട് ബീർ ബൈസിപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ റൺവീർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ കൾച്ചർ, സ്ത്രീ, വുമൺ എംപവർമെൻറ്റ്, കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, ഫാമിലി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വാത്തോരാതെ പറയുന്ന ഒരാൾ, വളരെ ഇമോഷണലി ഡെലിവർ ചെയ്യുന്ന ഒരാൾ, ഭയങ്കര ഈ BGM ഇട്ട് തള്ളി വിടുന്ന ഒരാൾ, എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ഫേസാണ് ഈ ഒരു പെർട്ടിക്കുലർ ഷോയോട് കൂടിയിട്ട് പുറത്ത് കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് റൺവീർ അലഹബാദിയുടെ പ്രൊഫൈൽ. ബീർ ബൈസിപ്സ് എന്നാണ് ഈ വ്യക്തിയുടെ ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ജസ്പ്രീത് സിംഗും ബീർ ബൈസിപ്സും അങ്ങനെ കുറച്ച് പേരാണ് ഈ ഒരു കോൺട്രവേഴ്സിയിൽ ഇപ്പോൾ കേസായിട്ടുള്ളത്. FIR ആയിട്ടുണ്ട് ഇവർക്ക്. ഇവിടെ റൺവീറിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൺവീർ അലഹബാദിയക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വരെ ലഭിച്ചത്. ഓക്കെ, ബെസ്റ്റ് യൂട്യൂബർ എന്നുള്ളൊരു സാധനം വരെ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോളജിക്ക് ആയിട്ട് ഓൾറെഡി ബിയർ ബൈസിപ്സ് വന്നിട്ടുണ്ട്. അപ്പോളജി പറഞ്ഞ് നാട്ടുകാരോട് ഞാൻ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് വന്നിട്ടുണ്ട്. പക്ഷേ സമയ റെയ്ന ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സമയ റെയ്നയുടെ ചാനലിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ സമയ റെയ്നയുടെ ചാനലിലാണ് ഇന്ത്യ ഗോട്ട് ലേറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതേ ഷോയുടെ ഭാഗമായിട്ട് കുറച്ച് മുമ്പ് 2 മാസം മുമ്പ് നമ്മുടെ രഘു വന്നിട്ടുണ്ടായിരുന്നു, തന്മയ് ഭട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ഷോ എനിക്ക് AIB
മറ്റേ റോസ്റ്റിംഗ് ഉണ്ടായല്ലോ, AB റോസ്റ്റിംഗ് ഭയങ്കര ചർച്ചയായതാണ് നമ്മുടെ ഇന്ത്യയിൽ. AB നോക്കൗട്ട് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ ഷോ, ഓക്കെ, ഹോസ്റ്റഡ് ബൈ മിസ്റ്റർ കരൺ ജോഹർ, ഫീസ്റ്റിംഗ് അർജുൻ കപൂർ ആൻഡ് രൺവീർ സിംഗ്. അതിലും തന്മയ് ഭട്ടും രഘുവൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു ഇതിൻ്റെ ഒരു ലൈറ്റ് യൂട്യൂബ് വേർഷനായിട്ടാണ് ഇവർ ഇന്ത്യ ഗോട്ട് ലേറ്റൻ എന്ന് പറഞ്ഞുള്ള സാധനം ഓപ്പൺ അപ്പ് ചെയ്ത് വെച്ചതെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. റോഡീസിൻ്റെ കോഡീഷൻ കാണുന്നവർക്കറിയാം രഘു രാജീവ് എങ്ങനെയാണ് ആളുകൾ എടുത്തിട്ട് വരത്ത് പൊരിക്കാറെന്നുള്ളത്. അവിടെ കുറേ അബ്യൂസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യും, കുറേ അവരെ പ്രൊവോക്ക് ചെയ്യാനുള്ള പരിപാടികൾ നോക്കും. ആ സെയിം കൈൻഡ് ഓഫ് പാറ്റേൺ പിടിക്കാൻ നോക്കി, പക്ഷേ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ AIB നോക്കൗട്ട് എന്ന് പറഞ്ഞാൽ 9-10 വർഷം മുമ്പാണ് ഈ പരിപാടി നടന്നിട്ടുള്ളത്. സോ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഈവൻ സിനിമകളിലാണെന്നുണ്ടെങ്കിലും ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ മീനിങ് സാധനങ്ങളോ ഒക്കെ വൈഡ്ലി യൂസ് ചെയ്തിരുന്നൊരു പരിപാടിയാണ്. പക്ഷേ കമ്മിങ് ടു ദിസ് 2025, 10 വർഷം ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കോണ്ടൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ബ്ലാക്ക് കോമഡി എന്ന് പറയുന്നത് അതിന് ആക്സെപ്റ്റൻസി ഉണ്ടാവുമായിരിക്കും. അതൊരു പരിധി വരെ കാണും. ഓക്കെ, ഒരു പരിധി വരെ ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ഡബിൾ മീനിങ്ങോ ഒക്കെ ആളുകൾ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഒരു പരിധി വിട്ടിട്ട് ഇപ്പോൾ രൺവീർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീന് കാര്യമാണ്. ഭയങ്കര സീൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും രൺവീർ അലഹബാദിയുടെ വായിൽ നിന്ന് ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാരണം അത്രയും ഒരു ഐക്കൺ, യൂത്ത് ഐക്കൺ, യൂട്യൂബിൽ തന്നെ ഒരു യൂത്ത് ഐക്കണായിട്ട് നോർത്തിൽ അല്ലെങ്കിൽ എൻറ്റയർ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇവനെ ഫോളോ ചെയ്യണം, ഇവൻ്റെ കോണ്ടൻറ്റുകൾ നോക്കണം, ഇവൻ ബിൽഡ് ചെയ്യുന്ന പോലെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവൻ വന്നിരുന്ന് ഈ മാരക സാധനം വിളിച്ച് പറയുന്നത്. അപ്പോൾ കേസ് വന്നിട്ടുള്ളത് ആശിഷ് ചഞ്ചലാനി, അപൂർവ, എൻ്റെ മോനെ ദ റെബൽ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അവരൊരു കണ്ടസ്റ്റൻറ്റിനോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, നീ അമ്മയുടെ അവിടെ നിന്ന് പോകുന്നിട്ട് പിന്നെ ആ സ്ഥലം വേറെ എവിടെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നീ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സാധനമൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ രൺവീർ അലഹബാദിയ, സമയ റൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മളെ പാജി ജസ്പ്രീത് പാജിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് വിഷയങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഇവൻ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും. ഓക്കെ, എന്താണ് ബിയർ ബൈസിപ്സ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഞാനിവിടെ പ്ലേ ചെയ്യാം. യൂട്യൂബിൽ നിന്ന് ഈ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് പ്ലേ ചെയ്യണ്ടല്ലോ, കാരണം യൂട്യൂബിൽ നിന്ന് എടുത്ത് മാറ്റിയൊരു സാധനം ഇനിയിപ്പോൾ ഞാൻ പ്ലേ ചെയ്തിട്ട് കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇവൻ ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചെങ്കിൽ, 2 കോടി രൂപ തന്നു കഴിഞ്ഞാൽ വുഡ് യു റാദർ വാച്ച് യുവർ പാരൻസ് ഹാവ് സെക്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്? ഓക്കെ, അച്ഛനും അമ്മയും തമ്മിൽ സെക്സ് ചെയ്യുന്നത് നിൻ്റെ ജീവിതകാലം മൊത്തം നീ കാണുമോ? ഓർ വുഡ് യു ജോയിൻ ഇൻ വൺസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ? അവരുടെ സെക്സിനിടയിൽ ജോയിൻ ചെയ്തിട്ട് അവരാ ചെയ്യുന്നത് നിർത്തിച്ച് കാലാകാലത്തിന് നീ നിർത്തിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവൻ ആരോട് ചോദിച്ചു? ഒരു കണ്ടസ്റ്റൻറ്റിനോട് ചോദിച്ചു, 2 കോടി രൂപയുടെ കാര്യം പറഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് ഈ സാധനം ഷോക്കിംഗ് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെപ്പോഴും റീൽ ആൻഡ് റിയാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ഇത്രയും മാസീവ് വ്യൂവർഷിപ്പുള്ള, ഇത്രയും മാസീവ് സബ്സ്ക്രൈബർ കൗണ്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവ് ഇഷ്യൂസും ടോപ്പിക്സും സംസാരിക്കുന്ന ഒരു വ്യക്തി, ഭയങ്കര പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളിരുന്ന് സംസാരിക്കുന്ന വ്യക്തി, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇന്ത്യയുടെ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഭയങ്കര പ്രിപ്പയർഡായിട്ട് വരികയാണ്. അതായത് ഇവിടെ ഡാർക്ക് കോമഡികളാണ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബ്ലാക്ക് ഹ്യൂമറാണ് ഇവിടെ ആവശ്യം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വൾഗർ എലമെൻ്റുള്ള സാധനങ്ങളാണ് ആവശ്യം എന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് ഡെലിവർ ചെയ്ത ഒരു ക്വസ്റ്റ്യനായിരുന്നു ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഇവൻ ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത് ആളുകൾ ഈ രീതിയിൽ ഇവനെ കാർക്കിച്ച് തുപ്പുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹി ഡിസേർവ് ഇറ്റ് എന്നേ എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. ബട്ട് ഒരു പോയിന്റിൽ എന്താണെന്നുണ്ടെങ്കിലും ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ഈസ് അപ്പ് ടു പബ്ലിക് ഇവർ മാപ്പ് കൊടുക്കുകയോ ഇല്ലയെന്നറിയില്ല. എന്തായാലും നാഷണൽ മീഡിയ വാസ് ലൈക്ക് എറപ്റ്റഡ്. യൂട്യൂബ് ചാനലുകൾക്കെതിരെ ഇപ്പോൾ നോർത്തിലാണെങ്കിലും സൗത്തിലാണെന്നുണ്ടെങ്കിലും നാഷണൽ മീഡിയയ്ക്ക് 24/7 സാറ്റലൈറ്റ് ചാനലുകൾക്ക് അവരുടെ ഒരു വ്യൂവർഷിപ്പിനും കാര്യമാണ്. പിന്നെ ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി പൊട്ടിച്ച് കളയുക എന്നുള്ളൊരു സീനുള്ളത് കൊണ്ടും ഇവരെയൊക്കെ പിടിച്ച് ജയിലിലാക്കണം, ഇവരൊക്കെ എന്ത് യൂട്യൂബേഴ്സാണെന്നുള്ള സ്കീമിൽ ഇവരും പരിപാടികൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതൊരു സൈഡിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രൺവീർ അലഹബാദിയ എന്ന് പറഞ്ഞ് വൻമരം വീഴുമോ അതോ ഇനി പഴയ പോലെ പൊങ്ങി വരുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാനും കാണാനും പറ്റൂ. ഇതിനിടയിൽ ദ കൾപ്രിറ്റ് സമയ റൈനയുടെ ചാനലാണ്, സമയ റൈനയുടെ ഷോ ആണ്, ഇവർ ഗസ്റ്റായിട്ട് പോയതാണ്. സമയ റൈനയുടെ ഒരു വോയിസ് ഉണ്ട് മക്കളെ. സമയ റൈനയ്ക്ക് ഈ ഷോവിനകത്ത് എന്താണെങ്കിലും കുഴപ്പമില്ല, വൈറലായാൽ മതി ഷോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഇവൻ സാധനം അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഒരു പോൺ ലൈവായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളൊരു കണ്ടസ്റ്റൻറ്റ് വന്നാലടക്കം അത് ഭയങ്കര വൈറലാവും, അതൊരു സൂപ്പർ കണ്ടൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കോമഡിക്കകത്തൊന്നും എവിടെയും നമുക്കൊരു മോറൽ ഒരു സംഗതി കൊടുക്കാൻ പറ്റില്ല. കോമഡി ഈസ് കോമഡി, അത് വൾഗറായാലും കോമഡിയാന്നുള്ള രീതിയിലൊക്കെയാണ് ഇവൻ്റെ ഫ്രണ്ടിന് വോയിസ് അയച്ചത് ഈ ഇഷ്യൂ ആയിട്ട്. पहली बात, अगर कोई हमारे शो में आके पॉर्न शूट करना चाहता है, अगर आप जानते हो कोई ऐसा हो, प्लीज भेजो उनको भाई, बहुत मजा आएगा, माँ कसम भाई, पूरा इंटरनेट फट जाएगा. सो दैट वुड बी एपिक. एंड दूसरी बात, मोरालिटी की जो है ना, कॉमेडी का पर्पस इज नॉट टू गिव अ मॉरल साइंस लेक्चर. कॉमेडी हैज नो रेस्पॉन्सिबिलिटी. कॉमेडी इज कॉमेडी. कॉमेडी इज टू टेक यू अवे फ्रॉम द रियलिटी एंड टू मेक यू हैव फन. अब लोग लाइफ में ना बड़े इश्यूज हैं लोगों के, तो लोग लाइफ से स्विच ऑफ करके कॉमेडी देखते हैं. और उस कॉमेडी के अंदर ഇവൻ പറയുന്ന കോമഡി ഈസ് കോമഡി, കോമഡിക്ക് ലിമിറ്റ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിൽ കോമഡി പറയാൻ പാടില്ല, കോമഡി ഓക്കെ ഫൈൻ, അതൊക്കെ സമ്മതിച്ചു. വൾഗർ കോമഡി അടിക്കാം, ഇപ്പം ഈ പറഞ്ഞ ഡബിൾ മീനിങ് കോമഡി അടിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു ലൈൻ കീപ്പ് ചെയ്യണ്ടേ, ഒരു വര വരച്ചിട്ട് അതിനകത്ത് നിന്ന് പറയണ്ടേ. അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിൽക്കുന്നവൻ്റെ വീട്ടിൽ അച്ഛനും അമ്മേനെയും കയറി കോമഡി കുണച്ച് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ പറയാൻ പാടും. മനസ്സിലായ? ഇപ്പം ഈ ഇരിക്കുന്ന സമയറേനയുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മേനെയും കയറിയിട്ട് 4 കോമഡി വൾഗർ സാധനം അടിച്ചു കഴിഞ്ഞാൽ എപ്പിടി ഇരിക്കും? ഒരു ഭാര്യയും ഭർത്താവും വന്നിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ സമാനത്തിന് വരെ ആ പെണ്ണുമ്പോൾ അവിടെ വന്നിരുന്നിട്ട് ജഡ്ജായിട്ട് വന്നിരുന്നിട്ട് കോമഡി അടിച്ച് കുണച്ചിട്ടാണ് പോയത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഉള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് സൊസൈറ്റി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇതിനെ എതിർക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു വിഷയവുമില്ല. അതിനിപ്പോൾ എന്ത് രീതിയിലുള്ള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇതൊന്നും ആരും എൻഡോസ് ചെയ്യില്ല. വന്നിട്ട് ഒരു മനുഷ്യനും ഇത് വന്ന് എൻഡോസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടെ ഏതിനു പറ്റിയ രൺവീർ അലഹബാദിയുടെ കേസിന് സംഭവിച്ചതും ഈ ഒരു യൂട്യൂബ് ഷോ ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ഷോൻ്റെ കാര്യത്തിലും ഇപ്പം ചർച്ചകളും സംഗതികളൊക്കെ നടക്കുന്നത്. ഇനി മലയാളികൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. പാജി നമ്മുടെ താരം ജസ്പ്രീത് സിംഗ്, ലൈഫ് ഓഫ് പാജി ചൊറിഞ്ഞ ചൊറി. പാജിക്ക് ആളുകൾ ബീഫ് കറി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പാജിക്ക് ആളുകൾ ചാണകമുണ്ട മേടിച്ച് കൊടുക്കുന്നുണ്ട്, പാജിക്ക് ആളുകൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ ചാണകത്തിൽ മെഴുക മൂത്രത്തിൽ കുളിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഒരു സൈഡിൽ വെരി പേഴ്സണലായിട്ടുള്ള അറ്റാക്ക് പാജിക്കെതിരെ നടക്കുന്നത് കിട്ടണം. കാരണം എന്താ പറയുക, പാജി ഒരു ആവശ്യമില്ലാതെയാണ് നമ്മുടെ ചമ്പൂരിനെ ചാച്ചനെന്ന് പണ്ട് മറ്റേ സിനിമയിൽ പറഞ്ഞ മാതിരി ഡയലോഗ് അടിച്ചത്. 100% ലിറ്ററസി എന്നുള്ളത് ഒരാളെ നോക്കിയും കൊണ്ട് ഒരാളെ വായെന്ന് വന്നതിനാണ് ഇവന് ഡയലോഗ് അടിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ്റെ വായെന്ന് വന്ന വർത്തമാനത്തിന് മലയാളികൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഏത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊന്ന് കയറി വയ്ക്കുക, ആ പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറേ പേർക്ക് ഈ വിഷയം എന്താണെന്ന് അറിയില്ല. കുറേ പേർക്ക് ഈ പാജി പറഞ്ഞത് മാത്രം കേരളത്തിനെ പറഞ്ഞു എന്നുള്ളൊരു ആസ്പെക്റ്റ് മാത്രമാണ് അല്ല, ഇത് എൻറ്റയർ ഷോ റിലേറ്റഡ് ആയിട്ട് തന്നെ FIR വിഷയങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് ദ ഇഷ്യൂ ഗൈസ്.